കേന്ദ്രം നമ്മളെ ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന നമ്മുടെ എല്ലാ ഗ്രാൻറ്റുകളും പിടിച്ചു വെക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് സംസ്ഥാന സർക്കാർ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും പൊതുസമൂഹത്തെ ബാധിക്കാത്ത രീതിയിൽ സാധാരണക്കാരായ മനുഷ്യരുടെ അവകാശങ്ങളെയും അവരുടെ ആനുകൂല്യങ്ങളെയും ബാധിക്കാത്ത തരത്തിൽ ഒരു സാമ്പത്തിക സംവിധാനം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നതാണ് ധനമന്ത്രിയുടെ ഏറ്റവും വലിയ മിടുക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഡിഗ്രി തലം വരെ ഇനി വിദ്യാഭ്യാസം സൗജന്യമായിരിക്കും, കോളേജ് വിദ്യാഭ്യാസം അടക്കം സൗജന്യമായിരിക്കും എന്നതാണ്. നോക്കൂ, എത്രമാത്രം മഹത്തായ ഒരു പ്രഖ്യാപനമാണത്, ഒരു കാഴ്ചപ്പാടാണത്. രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും ഇതുവരെ തോന്നുകയോ അല്ലെങ്കിൽ ആവിഷ്കരിക്കാൻ ചിന്തിക്കുകയോ പോലും ചെയ്യാത്ത അത്തരത്തിലൊരു നിലപാടിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകുന്നു. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപടി നിൽക്കുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ്, ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ്, സ്കൂളിലെ കുട്ടികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ്, ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നു, അംഗനവാടി വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നു, ഹെൽപ്പർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് വൻകിട പദ്ധതികൾ. ഇപ്പോൾ MC റോഡിന് 5217 കോടി രൂപ മാറ്റിവെക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം വെട്ടിക്കുറയ്ക്കുമ്പോൾ നമ്മൾ 1000 കോടി അധികമായി വകയിരുത്തുന്നു. ക്ഷേമ പെൻഷന് വേണ്ടി 14,000 കോടി വകയിരുത്തുന്നു. ലൈഫ് മിഷൻ. അപ്പോൾ സമഗ്ര മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ആ ബജറ്റ് അവതരണം കടന്നുപോയിരിക്കുന്നത്. മനു, തീർച്ചയായും ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രഖ്യാപനങ്ങളും വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് മനു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ സ്കൂളുകളിലെ കോളേജുകളിലെ ഡിഗ്രി പഠനം ഉൾപ്പെടെ, അതായത് നേരത്തെ +2 വരെയാണ് സംസ്ഥാനത്ത് സൗജന്യ വിദ്യാഭ്യാസം സർക്കാർ നൽകുന്നത്. അത് ഡിഗ്രി തലം വരെ ഉയർത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏറെ ഗുണകരമായി സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാജ്യത്തെ തന്നെ മാതൃകാപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രഖ്യാപനം അതിന് കൂടുതൽ കരുത്തു പകരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല പ്രഖ്യാപനങ്ങളും, അതായത് നമുക്ക് ഇങ്ങനെ നിന്ന് ഓർത്തെടുത്ത് പറയാൻ കഴിയാത്ത നിലയിലേക്ക് വിവിധങ്ങളായ പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അതിൽ വളരെ ചുരുക്കം ചിലത്, ഏറ്റവും പ്രധാനപ്പെട്ട ചുരുക്കം ചിലത് മാത്രമാണ് ഞാൻ പരാമർശിച്ചു പോയിട്ടുള്ളത് എന്നതാണ് ഒരു കാര്യം. ഏതായാലും ഈ ബജറ്റിലൂടെ സ്വാഭാവികമായും മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മറ്റ് പ്രയാസങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ മറ്റ് പാളിച്ചകളെ സംബന്ധിച്ച്, അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വലിയ നിലയിലേക്ക് പ്രതിപക്ഷം പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അതിന് ഒരു പകരം സംവിധാനം എന്നുള്ള നിലയിലൊക്കെ പല നിർദ്ദേശങ്ങളുമൊക്കെ വെക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നേരത്തെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കാറുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ പ്രതിപക്ഷത്തിന് അത്തരത്തിൽ ഒരു കാര്യം പോലും ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ വിജയം എന്നതാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പരാതി പറയാൻ കഴിയാത്ത നിലയിലേക്ക് സമഗ്രമായ കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് ഉതകുന്ന നിലയിലേക്ക്, കേരളത്തിൻ്റെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വികസനത്തിന് ഉതകുന്ന നിലയിലേക്കുള്ളൊരു ഏറ്റവും ജനകീയ ബജറ്റായി കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിൽ തന്നെ അതിനെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൈരളിയുടെ റിപ്പോർട്ടർമാരുൾപ്പെടെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ആളുകളുടെ പ്രതികരണം തേടിയിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള, ഓരോ സാധാരണക്കാരനും വേണ്ടിയുള്ള ബജറ്റാണ് എന്ന ഒരു വിലയിരുത്തലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഏതായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പണ്ട് ആദ്യമായി ഒരു ബോട്ട് കണ്ടുപിടിച്ച ഘട്ടത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരികയും അതോടൊപ്പം തന്നെ എന്നും ഇത്തരം കാര്യങ്ങളെയൊക്കെ ഒരു വിമർശന ബുദ്ധിയോടെ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് പറയുന്ന ആളുകൾ അപ്പോഴുമുണ്ട്. അന്ന് ആളുകൾ പറഞ്ഞത് ഇത് സ്റ്റാർട്ടാവില്ല, ഇത് ബോട്ട് പോകില്ല എന്നതായിരുന്നു ആദ്യത്തെ വിമർശനം. പക്ഷെ ബോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ഇത് നിൽക്കില്ല എന്നുള്ളതാണ്. അതായത് എല്ലാത്തിലും കുറ്റം പറയുന്ന ചില ആളുകൾ എപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ നിലയിലേക്ക് തന്നെ പ്രതിപക്ഷവും മാറുന്നു. ബജറ്റ് ഏറ്റവും ജനകീയമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്ന ഒരു കാര്യം മാത്രമാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ പ്രസംഗം കൂടി കഴിഞ്ഞ ദിവസം ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ആ നിലയിൽ കൂടി ഈ ബജറ്റിനെ വിലയിരുത്തുകയാണ് ജനങ്ങൾ. മനു, ശരി കമലേഷ്, ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ എങ്ങനെയായിരിക്കുമെന്ന്. ഏതായാലും ഒരു പ്രായോഗികമായ ബജറ്റ് എന്ന നിലയിൽ തന്നെയാണ് ധനമന്ത്രിയുടെ സംസ്ഥാന ബജറ്റിനെ കേരളം വിലയിരുത്തിയിരിക്കുന്നത്.